അപ്പോൾ മച്ചാമാരെ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഒരു വാൾമൗണ്ട് ക്ലോസറ്റാണ്. ഇവിടെ നമ്മൾ ഫിറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള ക്ലോസറ്റ് കോളർ കമ്പനിയുടെ ആണ്. ഇപ്പോൾ നമ്മൾ കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ ജാഗ്വറിൻ്റെ ക്ലോസറ്റൊക്കെയാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ടാങ്ക് വരുന്നത് കോളറിൻ്റെ ആണ്. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ക്ലോസറ്റിൻ്റെ അളവ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ 40 സെൻറ്റിമീറ്ററാണ് ഇവിടെ ഫിനിഷിംഗ് ലെവൽ. ആദ്യമേ ഈ ക്ലോസറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് സൈറ്റിൽ. 40 സെൻറ്റിമീറ്റർ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് ഈ അടി സൈഡ് കണ്ട, അടി സൈഡ് കറക്റ്റ് ഈ 5.5 ഇഞ്ചാണ് വരുന്നത്. ഞാൻ എപ്പോഴും ഈ അടി സൈഡാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ എടുക്കാൻ കാരണം നമ്മളെ ടൈൽസിൻ്റെ പണിക്കാർക്കും ഇവിടെ നമുക്ക് അളവെടുക്കാൻ എളുപ്പമായിരിക്കും. നമ്മളിവിടെ ക്യാപ്പ് വെച്ച് കൊടുക്കുമ്പോൾ കണ്ട കറക്റ്റ് ഈ 5.5 ഇഞ്ച് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിത് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ നമ്മൾ ബുഷ് വരുന്നത്. നമ്മൾ ഫ്ലഷ് ടാങ്കിൻ്റെ കൂടെ എല്ലാം വന്നിട്ടുള്ളതാണ്. അതുപോലെ ഇത് ഇവിടെ വരുമ്പോൾ നമുക്ക് ജാഗ്വറിനെ പോലെ സാധാ ഒരു അലങ്കി മാത്രമല്ല, ഇവിടെ നമുക്ക് സോനട്ടും ഉണ്ട്. ഈ സോനട്ട് നമുക്ക് ഇവിടെ ടൈറ്റ് ചെയ്യാനുണ്ട്. അതാണ് നമ്മളെ സോനട്ട്. ഈ ചാലിലാണ് നമ്മൾ ഈ അലങ്കി വന്ന് ടൈറ്റ് ആവുന്നത്. അതുപോലെ നമ്മൾ കോളറിൻ്റെ ഫ്ലഷിൻ്റെ ഈ 1.25 ഇഞ്ച് പൈപ്പിൽ വയ്ക്കാൻ വേണ്ടി ഇതേപോലെ ഒരു സാധനം വരുന്നുണ്ട്. നമുക്ക് വെള്ളം ഒരുപാട് പുറത്തോട്ട് തെറിക്കാതിരിക്കാനാണ് ഇത് വരുന്നത്. അതൊന്ന് നമുക്കിവിടെ ഇട്ട് കൊടുക്കണം. ഈ 1.25 ഇഞ്ചിൻ്റെ വാഷർ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ ഫിറ്റിങ്സ് ഇതിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. എന്നിട്ടാണ് ഈ വാഷർ ഇടേണ്ടത്. വാഷറെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫസ്റ്റ് ടാങ്കിൻ്റെ ഇതിൻ്റെ അളവെടുക്കാം. ഒരു ഷാമ്പു എടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ നല്ല രീതിക്ക് ഷാമ്പു തേച്ച് കൊടുക്കാം. അതുപോലെ ഈ ഫസ്റ്റ് ടാങ്കിൻ്റെ പൈപ്പിലെല്ലാം നമ്മൾ ഇളക്കി ക്ലീൻ ചെയ്ത് ഇവിടെയെല്ലാം വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ടുണ്ട്. താഴെ മോൾ ഭാഗത്തും ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ വൈറ്റ് സിമെൻറ്റ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ വാഷറിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് എത്രത്തോളം കയറുന്നു അത്രയും നമുക്ക് ടൈറ്റാക്കി കൊടുക്കാം. നല്ല രീതിക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാർക്ക് ചെയ്യാം. ഇത്രയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ടാങ്കിൽ കയറ്റാം. ഇത്ര ഭാഗം ഫസ്റ്റ് ടാങ്കിൽ കയറും. ഇനി ഇതിൽ നിന്ന് നമുക്ക് ക്ലോസറ്റ് കയറിയ അളവുണ്ടല്ലോ, ആ അളവിൽ കൂട്ടിയാൽ മാത്രം മതി. ഈ ഒരു അളവാണ് വരുന്നത്. നമുക്ക് കട്ടർ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഉരുകിയിരിക്കുന്ന പ്ലാസ്റ്റിക്കിനെയൊക്കെ ഒന്ന് നല്ല രീതിക്ക് ക്ലീൻ ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇതിനിടെ കൂടെ വാഷറിൽ നിന്ന് വെള്ളം ലീക്കാവാൻ ചാൻസ് കൂടുതലാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് അറിഞ്ഞുള്ളതൊക്കെ വേണ്ടിയാണ് നമ്മൾ എടുത്ത് പറയുന്നത്. ഇതേപോലെ ഒരു അരം വെച്ചിട്ട് നമുക്കൊന്ന് ഫയൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ 1.25 പൈപ്പ് ഈ കാണുമ്പോൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഷാമ്പു കൂടെ ഇട്ടിട്ട് നമ്മളെ ഫ്ലഷ് ടാങ്കിൻ്റെ പൈപ്പിലോട്ട് കയറ്റി കൊടുക്കാം. അത് സെറ്റായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ 3 ഇഞ്ച് പൈപ്പിനെ ഒന്ന് കട്ട് ചെയ്യാം. ഇതേ ക്ലോസറ്റിൽ കയറ്റിയിട്ടുണ്ട്. സെയിം മെത്തേഡ് തന്നെ. ഇത്ര ഭാഗമാണ് നമ്മൾ ക്ലോസറ്റിൽ കയറുന്നത്. കറുപ്പായതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടാങ്കിലേക്ക് അത് കയറ്റിയിട്ടുണ്ട്. നമുക്കിതിന് ടെയിൽ മെട്ടം വെച്ച് മാർക്ക് ചെയ്യാം. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ കയറിയ അളവും നേരത്തെ നമ്മൾ ക്ലോസറ്റ് കയറേണ്ട അളവും നമ്മൾ കൂട്ടിയാൽ മതി. അങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നേരത്തെ പോലെ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കണം. ഈ ഉരുകിയ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം, അല്ലെങ്കിൽ ലീക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് ഒന്ന് ഫയൽ ചെയ്യാം. ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് ഷാമ്പൂ ഇട്ട് നമ്മൾ ബെൻഡ് പൈപ്പിലോട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ 2 റെഡ്യൂസറെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് നമ്മൾ ഈ സോനറ്റ് വയ്ക്കേണ്ട അളവാണ് നമ്മൾ എടുക്കുന്നത്. ഇതെടുക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഈ ക്ലോസറ്റിൻ്റെ എൻഡ് ഉണ്ടല്ലോ, ഈ എൻഡ് മുതൽ നമ്മൾ ഈ സീറ്റ് ഇടുന്ന ഹോളിൻ്റെ സെൻറ്റർ അളവെടുത്താൽ മതി. ഇപ്പോൾ നോക്കി അറിയാൻ സാധിക്കും, 9 സെൻറ്റിമീറ്ററാണ്. അതേ 9 സെൻറ്റിമീറ്ററാണ് നമുക്ക് ഈ ടൈൽസിൽ നിന്ന് ഈ സോനറ്റിൻ്റെ ഈ ചാലുണ്ടല്ലോ, ഈ ചാലിൽ നമുക്ക് വയ്ക്കേണ്ടത്. ആദ്യം നമുക്ക് ഇതിലൊന്ന് കുറച്ച് ടെഫ്ലോൺ ചുറ്റി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളെ സോനറ്റ് കിടന്ന് കറങ്ങും, ടൈറ്റ് ആവത്തില്ല. നമുക്ക് ടഫ്ലോൺ ഇട്ടതിന് ശേഷം നമ്മൾ സോനറ്റ് ടൈറ്റാക്കി കൊടുക്കാം. ഒരു 10 സെൻറ്റേ ഉള്ളൂ, നമുക്ക് 9 ആക്കേണ്ടത്. കറക്റ്റ് ഇതായി കാണുമ്പോൾ 9 സെൻറ്റിമീറ്റർ, അത് കറക്റ്റ് മട്ടമായിരിക്കണം, ചരിയാൻ പാടില്ല. നമ്മൾ ഈ ഒരു ചാലിനകത്താണ് നമ്മൾ അല്ലെങ്കിൽ നെറ്റ് വന്ന് ടൈറ്റ് ആവുന്നത്. ഇപ്പോൾ സെൻറ്റർ ഈ കാണുമ്പോൾ 9 സെൻറ്റിമീറ്റർ ആക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അപ്പുറത്ത് ടൈറ്റ് ആക്കണം. ഇത് ഈ കാണുമ്പോൾ നമ്മൾ 9 സെൻറ്റിമീറ്റർ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ക്ലോസറ്റിൻ്റെ ബോൾട്ട് തമ്മിലുള്ള അകലം എന്ന് വെച്ചാൽ 7 ഇഞ്ചാണ്. സെൻറ്റർ ടു സെൻറ്റർ വരുമ്പോൾ 7 ഇഞ്ചാണ്. അത് അളവാണ് ഇവിടെ നമ്മൾ വച്ചിട്ടുള്ളത്. അന്ന് ക്ലോസറ്റ് എടുത്ത സമയത്ത് നമ്മൾ ഫസ്റ്റ് ടാങ്ക് സെറ്റ് ചെയ്ത സമയത്ത് അതേ അളവാണ് വച്ചിട്ടുള്ളത്. അടുത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ ഒരു കറുത്ത ഫിറ്റിങ്സ് ഉണ്ടല്ലോ, ഇത് നമ്മളെ ഈ അലങ്കി ഇറങ്ങേണ്ട ഫിറ്റിങ്സ് ആണ്. ഇത് നമ്മൾ ഈ കോളറിൻ്റെ ഇപ്പോൾ ഈ വീട്ടിൽ തന്നെ 3 ക്ലോസറ്റ് ഉണ്ടായിരുന്നു, 3ലും ഇത് സെറ്റ് ചെയ്താണ് വന്നിട്ടുണ്ടായിരുന്നത്. നമുക്കിതേപോലെ 2 അലങ്കി വേണം. ഒന്ന് നമ്മൾ വേറെ ക്ലോസറ്റിൽ നിന്ന് എടുത്തതാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു താഴെ. അത് ഈ കറക്റ്റ് ഹോൾ പോയി നമ്മൾ ഈ അലങ്കി നെറ്റിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ 2 ഹോൾസിലും നമ്മൾ അലങ്കി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ബോൾട്ട് ഉണ്ടല്ലോ, ഇപ്പോൾ ഇതിൽ കാണാൻ പറ്റും, ഒന്ന് കാണിച്ചു തരാം. അതാണ് നിൽക്കുന്നത്. നമ്മളതൊന്ന് പൊക്കി കറക്റ്റ് മട്ടമാക്കി കൊടുക്കണം. മട്ടമാക്കിയില്ലെങ്കിൽ നമ്മൾ സോനറ്റിൽ കയറത്തില്ല. അതാദ്യം ശ്രദ്ധിക്കണം നമ്മൾ 2 എണ്ണത്തിലും. അല്ലെങ്കിൽ ബോൾട്ട് നമ്മൾ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതേ ലെവലിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിക്കണം. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, നല്ല പുതിയൊരു ആശയമാണ്, കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യം കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, ഇത് ഒരു സൈഡിലുള്ള ടാപ്പല്ലേ നമ്മൾ ഒട്ടിക്കുന്നത്, മറു സൈഡ് ഇളക്കണ്ടേന്ന്. ഇളക്കേണ്ട ആവശ്യമില്ല. ഇളക്കി നമുക്ക് ഇപ്പം ഇതിപ്പം സെറാമിക്കും ഇത് സെറാമിക്കാണ്. അപ്പോൾ ഇത് നമ്മൾ എത്ര ടൈറ്റ് ആക്കിയാലും നമ്മൾ ഇരിക്കുമ്പോൾ എണീക്കുമ്പോഴും ചെറിയൊരു ജെർക്കിങ് ഉണ്ടാകും, ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു കിരികിരാന്നൊരു സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ നമ്മളത് ഇവിടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവരൊക്കെ ഒരു വിശ്വാസം വരില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടൈറ്റ് ആക്കാത്തതിൻ്റെ ഇതെന്ന് അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു സൗണ്ട് മാറാൻ വേണ്ടിയാണ് നമ്മൾ
ഈ ടാപ്പ് ഒട്ടിക്കുന്നത്. നമ്മൾ ഒരു സൈഡ് മാത്രം ഒട്ടിയാൽ മതി. മറു സൈഡ് നമുക്ക് ഒട്ടിച്ച സ്പിരിറ്റ് ലെവലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആ ടാപ്പൊക്കെ ഇളവും. പിന്നെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ടാപ്പ് എത്ര കാലം ലാസ്റ്റ് ചെയ്യുമെന്ന്. ഇത് പിന്നെ ഇങ്ങനെ അങ്ങ് ഇരിക്കുന്ന ഒരു സാധനമാണ്. ഇതിൽ പിന്നെ വേറെ അനക്കം തട്ടാനോ ഒന്നും പോകുന്നില്ല. ഒരു ടാപ്പ് 10 കാര്യമേ ഉള്ളൂ. നമ്മളിപ്പോൾ ചെയ്യുന്ന എല്ലാ സൈറ്റിലും ഈ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ കാണും പോലെ ടാപ്പെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കടുത്തതിനെ ഒന്നുകൂടെ ഷാമ്പൂ കിട്ടിയതിന് ശേഷം ക്ലോസറ്റ് പിടിപ്പിക്കാം. നമ്മൾ വാഷറിലും ക്ലോസറ്റിലും എല്ലാം ഒന്നുകൂടെ ഷാമ്പൂ പുരട്ടി കൊടുക്കാം. എങ്കിൽ വളരെ ഈസി ആയിട്ട് കയറും. ഇപ്പോൾ കോളറിൻ്റെ ഫ്ലഷ് ടാങ്ക് വയ്ക്കുമ്പോൾ ഈ ക്ലോസറ്റ് വയ്ക്കുന്ന ഈ ഒരു ഫിറ്റിങ്സ് വയ്ക്കാൻ വിട്ടുപോകല്ലേ എല്ലാവരും. ഇതിപ്പം നമ്മളല്ലെങ്കിൽ ഫ്ലഷ് ചെയ്താൽ ഇത് വെള്ളം പുറത്തോട്ട് തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കമ്പനിക്കാർ ഉറപ്പായിട്ട് ഇത് വയ്ക്കാനാണ് പറയുന്നത്. എല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് ക്ലോസറ്റ് പിടിപ്പിക്കാം. ആദ്യമേ നമ്മൾ അടിയിൽ ഒരു ബൈൻഡെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി വേറെ ബൈൻഡിൻ്റെ ആവശ്യമില്ല. കറക്റ്റായി കയറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പിരിറ്റ് ലെവൽ വെച്ച് നോക്കണം. ക്ലോസറ്റ് എല്ലാം നല്ല രീതിക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പിരിറ്റ് ലെവൽ വെച്ചതിന് ശേഷമാണ് ഇത് ടൈറ്റ് ആക്കേണ്ടത്. ഇപ്പോൾ ഈ കാണുമ്പോൾ കറക്റ്റ് മട്ടമാണ്. രണ്ട് അല്ലെങ്കിൽ ഒരേപോലെ തന്നെ ടൈറ്റായി കൊടുക്കണം. നമ്മൾ ആ 9 സെൻറ്റിമീറ്റർ വെച്ചുകൊണ്ട് തന്നെ കറക്റ്റ് ബോൾട്ട് അതിൻ്റെ സെൻറ്ററിൽ തന്നെ വന്ന് താഴ്ന്ന് നല്ല ടൈറ്റാവും. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ പിന്നെ അറിഞ്ഞുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ വിശദമായിട്ട് പറയുന്നത്. ഇപ്പോൾ വർക്കിനൊക്കെ ഇടയിൽ ചെയ്യുന്ന വീഡിയോ ആണ്. എന്തെങ്കിലും പറയാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഇപ്പം നല്ല രീതിക്ക് ടൈറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇരുന്ന് നോക്കാം. ഇപ്പോൾ കറക്റ്റ് മട്ടമാണ് വന്നിട്ടുള്ളത്. കറക്റ്റ് സ്പിരിറ്റ് ലെവൽ കറക്റ്റ് മട്ടമാണ്. നമുക്കൊന്ന് ഇരുന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒന്ന് ഇരിക്കുകയാണ്. ഇരുന്നിട്ട് നമ്മൾ കാലൊക്കെ പൊക്കി ഒന്ന് ഷേക്ക് ചെയ്ത് നോക്കുകയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പൊസിഷനെല്ലാം കറക്റ്റാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് ഒരു സീറ്റ് കവർ ഒന്ന് പിടിപ്പിക്കാം. ഒരു സീറ്റ് കവറിൻ്റെ ലോക്കാണ്. വയ്ക്കാൻ വളരെ എളുപ്പമാണ്. വേറെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല. കറക്റ്റ് ആ ചാലിൽ വെച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ടൈറ്റായിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. വേറെ നമ്മൾ ലെവൽ നോക്കേണ്ട ഒന്നും ഒരു കാര്യമില്ല. നല്ല രീതിക്ക് ടൈറ്റായിട്ടുണ്ട്. സീറ്റ് കവർ നല്ല വെയിറ്റ് ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് മാത്രം മതി. വേറെ ലോക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ബാക്കിലായിരുന്നാലും വേറെ ലോക്കും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ മുകളിൽ നിന്ന് ഇറക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ മച്ചാമാരെ നമ്മളങ്ങനെ ക്ലോസറ്റിൻ്റെ ഫിറ്റിങ്സും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കുക. നമ്മൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.